നമസ്കാരം. തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് സോന എൽദോസ് ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട ഒടുവിൽ ക്രിസ്ത്യൻ സഭകൾ തന്നെ മുന്നിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. സഭകൾ പ്രധാനമായും സീറോ മലബാർ സഭ കഴിഞ്ഞ ദിവസം അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും തീവ്രവാദ സ്വഭാവമുള്ള ഒരു കേസാണ് ഇതെന്നാണ് സീറോ മലബാർ സഭ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെടുന്നതായും അവർ പറയുന്നു. നേരത്തെ കത്തോലിക്ക കോൺഗ്രസ് ഇക്കാര്യത്തിൽ NIA അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ റമീസിന്റെ വീട്, റമീസ് ഈ പെൺകുട്ടിയെ ഒളിച്ചു പാർപ്പിച്ച പാനായിക്കുളം, ആലുവ പാനായിക്കുളത്ത് മുമ്പ് പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. ഇപ്പോഴും അവിടെ ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന സംശയമാണ് ഉയരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ തന്നെ ദുരൂഹതയുണ്ട് എന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭയും പറയുന്നത്. മാത്രമല്ല, നിർബന്ധിത മതപരിവർത്തനം അത് നടക്കുന്നുണ്ട് എന്നും ഇപ്പോൾ സീറോ മലബാർ സഭ വ്യക്തമാക്കുന്നു. അതോടുകൂടി ഈ കാര്യത്തിൽ നേരത്തെ BJPയുടെ നിലപാടിനൊപ്പം സീറോ മലബാർ സഭ നിൽക്കുകയാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. അതോടൊപ്പമാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരുമാണ് എന്നാണ് ഇപ്പോൾ സീറോ മലബാർ സഭയുടെ ആളുകൾ പറയുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ UDFന്റെയും LDFന്റെയും MP-മാരും MLA-മാരും ഒക്കെ പോയതാണ്. അവർ കൃത്യമായ രാഷ്ട്രീയം ഉപയോഗിച്ചുകൊണ്ട് BJPക്കെതിരെ ഈ ഒരു വിഷയം തിരിച്ചുവിടാൻ വേണ്ടി അവർ ശ്രമിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഇപ്പോൾ ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരെയും പിന്തുണച്ചുകൊണ്ട് സീറോ മലബാർ സഭ രംഗത്ത് വരുന്നത്. മാത്രമല്ല, അവർ പറയുന്നത് നേരത്തെ ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തലശ്ശേരി രൂപതാ ബിഷപ്പ് ജോസഫ് മാപ്ലാനിക്കെതിരെ വലിയ വിമർശനങ്ങൾ MV ഗോവിന്ദൻ മാഷ് ഉന്നയിക്കുകയാണ്. നേരത്തെ പലപ്പോഴും CPM തന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്കറിയാമെന്നാണ് സീറോ മലബാർ സഭ പറയുന്നത്. നികൃഷ്ടജീവി എന്ന് വിളിച്ചത് ആരാണ്, അല്ലെങ്കിൽ രൂപത എന്ന് പറഞ്ഞാൽ രൂപതരു എന്നൊക്കെ വിളിച്ചു ആക്ഷേപിച്ചത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ CPMന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ ഞങ്ങളാരും മറന്നിട്ടില്ല എന്നാണ് സീറോ മലബാർ സഭ പറയുന്നത്. അപ്പോൾ ഈ തരത്തിൽ BJPക്കൊപ്പം നിന്ന് അവർക്കൊപ്പം അണിചേർന്ന് പോവാനാണോ സഭയുടെ തീരുമാനം എന്നത് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ.